ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കണിമംഗലത്തെ കാരണവത്തി ജയഭാരതി അമ്മ. അങ്ങോട്ട് ചോദിക്ക്. പ്രിയങ്കയെ ഒതുക്കിയതിനും രാധികയെ രണ്ടാമത് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിനും സകല ചരട് വരിച്ചതും ദേ ഈ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ജയഭാരതി അമ്മയാ. എന്റെ പ്രിയങ്ക മോളെ ഈ വീടിനകത്താക്കിയത് ഞാനാ. അതെ, അവളുടെ കെട്ടിയോന്റെ കൂടെ ജീവിക്കാനാ. അവൾ ഈ അവസ്ഥയിലായതുകൊണ്ടേ എല്ലാം അങ്ങ് എളുപ്പമാണെന്ന് കരുതിയിരിക്കുക അല്ലേ? ദേ കാണിച്ചു തരാം ഞാൻ എല്ലാവർക്കും. സുകുമാരിയമ്മേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. കണിമംഗലം കുടുംബത്തിന്റെ ഗൗരവം ഇതുവരെ നിങ്ങളോട് ഞങ്ങൾ കാണിച്ചിട്ടില്ല. പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആ ഗൗരവം നിങ്ങളോട് ഞങ്ങൾ കാണിക്കും. എന്ത്? അതെ, കണിമംഗലത്തിന്റെ ഗൗരവം എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞുതരാവോ? എന്താ നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രത്യേകത? കൊല്ലാൻ നോക്കിയതിന് ജയിലിൽ ചെന്ന് കിടക്കുന്ന ഒരുത്തൻ, കുടുംബം കട്ടുമുടിക്കാൻ ശ്രമിച്ചതിന് വീടിന് പുറത്തായ വേറെ ഒരുത്തി, ഇതിനിടെ പിന്നെ പറയാൻ കൊള്ളാത്ത വേറെ ചില കാര്യങ്ങൾ. ഇതാണോ കണിമംഗലം കുടുംബത്തിന്റെ അന്തസ്? സുകുമാരിയമ്മയ്ക്ക് ചില നിർബന്ധങ്ങളുണ്ടാവും. അത് മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് ശഠിക്കണ്ട. പ്രിയങ്ക മോളെ ഇവിടെ നിർത്തണ്ടെന്നുള്ള തിരുമേനിയുടെയും യശോദയുടെയും തീരുമാനം ശരി തന്നെയാ. പ്രിയങ്ക മോളെ കൊണ്ടുപോവുക തന്നെ വേണം. ഓ, അപ്പൊ എല്ലാരും കൂടി ഇതങ്ങ് തീരുമാനിച്ചു. എന്നാലേ എനിക്കതൊന്നും അറിയണമല്ലോ. മടി നമ്മളെ മാറാ അങ്ങോട്ട്. വാ, ഇപ്പൊ വരാമേ. വാ ഇങ്ങോട്ട്. വാ. അയ്യോ നാട്ടുകാരെ, ഓടി വരണേ, എന്നെ മോളെയും കൊല്ലാൻ പോന്നേ. നാട്ടുകാരെ, എന്നെ എന്റെ കൊച്ചിനെ ഇവിടെ ഇട്ട് കൊല്ലാൻ പോന്നേ. നാട്ടുകാരെ ഓടിവായോ, ഓടിവായോ. അയ്യോ നാട്ടുകാരെ, അയ്യോ ഓടിവായോ. അയ്യോ നാട്ടുകാരെ, ദേ ഇവര് ഞങ്ങളെ കൊല്ലാൻ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കോ, ഓടിവായോ. അയ്യോ ആരുമില്ലേ ഇവിടെ, ഞങ്ങളെ കൊല്ലാൻ പോന്ന്. അയ്യോ നാട്ടുകാരെ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ, ഇവിടെ അനീതി നടക്കുന്നേ. അയ്യോ ആൾക്കാര് വരട്ടടാ. കണിമംഗലത്ത് കുടുംബത്ത് മാത്രമല്ലല്ലോ, ചുറ്റുപാടും ആൾക്കാരില്ലേ. ഇതില് ന്യായം എന്താണെന്ന് ആൾക്കാര് പറയും. അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കോടാ. നാട്ടുകാരെ, ഇവിടെ എന്നെ കൊല്ലാൻ പോന്നേ. പരമേശ്വര, എന്താ നോക്കി നിൽക്കുന്നേ? വെളിയിലേക്ക് പോവാൻ പറ. അയ്യോ നാട്ടുകാരെ, ആരെങ്കിലും ഓടിവായോ, ഓടിവായോ. നാട്ടുകാരെ, നിങ്ങള് പ്രിയങ്ക മോളി ഈ അവസ്ഥയിലായിട്ടും ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ അവളെ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കാല് പിടിച്ച് പറയാ, ആൾക്കാരെ വിളിച്ചു കൂട്ടി ഞങ്ങളെ നാണം കെടുത്തരുത്. ഒന്ന് പോടി. എല്ലാരും എത്തിയല്ലോ. അയൽവക്കക്കാരൊക്കെ വന്നു തുടങ്ങി. ബാ ബാ, നിങ്ങളോടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനാ ഞാൻ വിളിച്ചു കൂവിയത്. തിരുമേനി എന്തായി കാണിക്കുന്നത്? ക്ഷമിക്കണം സാറേ. അമ്മ മര്യാദയ്ക്ക് വണ്ടി കയറുന്നുണ്ടോ? ഇല്ല, എന്നെ ഇവിടെ ഇട്ട് തല്ലിക്കൊന്നാലും ഞാൻ കേറില്ല. നാട്ടുകാരെ, എനിക്ക് നിങ്ങളോടൊക്കെ ഒരു സങ്കടം പറയാനുണ്ട്. ദേ ഈ കൊച്ചിനെ കണ്ടോ? നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടുത്തെ വരുണിന്റെ ഭാര്യയായിട്ട് കണിമംഗലത്തേക്ക് കാലെടുത്ത് വെച്ച കുട്ടിയാ. അതിന്റെ ഇടയിൽ ഇതിന്റെ ബുദ്ധിക്ക് അല്പം കുഴപ്പമായിപ്പോയി. കൊച്ചു പിള്ളേരെ പോലെയാ. ആ തക്കം നോക്കിയേ ഇവരെന്താ ചെയ്തതെന്നറിയോ? ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയ വരുണിനെ കൊണ്ട് അവളുടെ ചേച്ചിയെ താലി കെട്ടിച്ചു.
ഇതിലെന്തെങ്കിലും ന്യായമുണ്ടോ? നിങ്ങൾ എല്ലാരും കൂടി ഒന്ന് പറ. എന്നിട്ട് ചേച്ചിയെ ഇവിടെ വാഴിച്ച് അനുജത്തിയെ ഇവിടുന്ന് ഇറക്കി വിടണം. എന്താ പരമേശ്വര സാറേ ഇത്? സാറിന്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും പറഞ്ഞാ അത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? കണിമംഗലംകാര് തിടമ്പേറ്റിയ കൊമ്പനാണെന്നാ നിങ്ങളുടെയൊക്കെ മനസ്സിൽ. പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് വേറെയാ. ഇങ്ങനെയൊക്കെ ലോകത്ത് നിങ്ങൾ വേറെ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? വരുൺ കല്യാണം കഴിച്ച പെണ്ണ് ജീവിച്ചിരിക്കെ വേറൊരു പെണ്ണിനെ എങ്ങനെയാ കെട്ടിക്കൊണ്ടുവരിക? അങ്ങനെ ഒരു നിയമം ഈ നാട്ടിലുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്ക്. പരമേശ്വരൻ സാറേ, ഞാൻ ഈ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പ്രസിഡന്റാ. പൊതുവെ ശാന്തമായ ഒരു അസോസിയേഷനാ ഞങ്ങളത്. ഇവര് പറയുന്ന കാര്യം ഇത്ര നിസ്സാരമല്ലല്ലോ. സാറിനെ പോലെ ഒരാള് ഇങ്ങനൊരു കാര്യമൊക്കെ അനുവദിക്കാൻ പാടുണ്ടോ? അങ്ങനെ ചോദിക്കേ. എന്നിട്ട് പരമേശ്വര സാറിന് ഉത്തരവില്ലെങ്കിൽ ദേ നിൽക്കുന്നു കണിമംഗലത്തെ കാരണവത്തി ജയഭാരതി അമ്മ. അങ്ങോട്ട് ചോദിക്ക്. പ്രിയങ്കയെ ഒതുക്കിയതിനും രാധികയെ രണ്ടാമത് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിനും സകല ചരട് വരിച്ചതും ദേ ഈ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ജയഭാരതി അമ്മയാ. എന്തായാലും മോശമായി പോയല്ലോ. ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് നമുക്ക് ആർക്ക് വേണേലും എപ്പോ വേണേലും സംഭവിക്കാവല്ലോ. ഇതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്ന വെച്ചാ. നിങ്ങളൊക്കെ കാര്യം അറിയാതെ സംസാരിക്കുന്നേ. വരുണിന്റെ കൂടെ രാധിക ഇവിടെ ജീവിക്കുന്നത് വരുൺ അവളെ താലി കെട്ടിയിട്ട് തന്നെയാ. ആ വിവാഹത്തിന്റെ കാര്യം അയൽപക്കത്തെല്ലാവരോടും ഞങ്ങൾ പറഞ്ഞിരുന്നതുവാ. ഇതെന്ത് കഥ? ലോകത്ത് നടപ്പില്ലാത്ത ഒരു കാര്യം കുറെ പേരോട് പറഞ്ഞതുകൊണ്ട് ശരിയാകുമോ? സാറേ, സാറ് വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണല്ലോ. സാർ ഇതിനൊരു ന്യായം പറ. എന്റെ പ്രിയങ്ക മോക്ക് ഇവിടെ നിൽക്കാൻ അവകാശം ഇല്ലെന്ന് പറഞ്ഞ ദേ ഈ നിമിഷം ഇവിടുന്ന് പടിയിറങ്ങും ഞാനും എന്റെ മോളും. അതല്ല, അവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറഞ്ഞ അവൾ ഇവിടെ തന്നെ നിൽക്കും.